അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ്. ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായി നാം നിസ്കരിക്കേണ്ടുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ ഫർള് നിസ്കാരങ്ങളിൽ വല്ല പോരായ്മകളോ ന്യൂനതകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റവാത്തിബിൽ നിന്നെടുത്ത് അതിനെ പരിഹരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കേണ്ടതുമാണ് റവാത്തിബ് നിസ്കാരം. റവാത്തിബ് നിസ്കാരം ആകെ 22 റക്അത്തുകളാണ്. സുബഹിയുടെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4, അസറിന്റെ മുമ്പ് 4, മഗ്രിബിന്റെ മുമ്പ് 2, ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ശേഷം 2. ഇങ്ങനെ 22 റക്അത്തുകളാണ് ആകെ റവാത്തിബ് നിസ്കാരം വരുന്നത്. എന്നാൽ ഈ 22-ൽ നിന്ന് 10 റക്അത്ത് വളരെ മുഅക്കദായ ശക്തിയായ സുന്നത്തുള്ള നിസ്കാരമാണ്. അവകൾ സുബഹിയുടെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. ഈ 10 റക്അത്തുകൾ വളരെ ശക്തിയായ മുഅക്കദായ സുന്നത്താണ്. അപ്പോൾ കഴിയുന്നവർ 22 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുന്നവർ അത് തന്നെ നിസ്കരിക്കുക. ഇനി അതിന് പ്രയാസമുള്ളവർ ഈ മുഅക്കദായ ശക്തിയായ സുന്നത്തുള്ള ഈ റവാത്തിബ് നിസ്കാരമെങ്കിലും നിസ്കരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഇതിനെ കൊണ്ടുവരാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റവാത്തിബ് നിസ്കാരത്തിന്റെ സമയം അത് ബാങ്ക് വിളിക്കുന്നതോടുകൂടെ റവാത്തിബ് നിസ്കാരത്തിന്റെ സമയവും ആരംഭിക്കും. ഉദാഹരണമായി ളുഹറിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ ആ ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് റവാത്തിബ് നിസ്കാരം നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും അസൗകര്യം കാരണം മുമ്പുള്ള റവാത്തിബ് നിസ്കാരം നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഫർള് നിസ്കാരത്തിന് ശേഷം നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അങ്ങനെ നിസ്കരിക്കുമ്പോഴും അത് അദാ ആയിട്ട് തന്നെയാണ് പരിഗണിക്കുക, ഖളാ ആയിട്ടല്ല പരിഗണിക്കുക. ഉദാഹരണമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരാൾ വരുന്നു, പക്ഷേ അയാൾ അവിടെ ഈ റവാത്തിബ് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ ചേരുക എന്നുള്ളത് മിസ്സാകും, അത് നഷ്ടപ്പെടും എന്ന് പേടിക്കുകയാണെങ്കിൽ മുമ്പുള്ള റവാത്തിബിനെ ഒഴിവാക്കുകയും അത് പിന്നീട് ശേഷം നിസ്കരിക്കുകയും ചെയ്യാം. ചുരുക്കത്തിൽ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത്. സുബഹിയുടെ മുമ്പ് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ നമുക്ക് പ്രത്യേകം ഓതൽ സുന്നത്തായ സൂറത്തുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക് എന്നുള്ള സൂറത്തും അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തും ഓതാവുന്നതാണ്. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തും അതിനുശേഷം അതിനോട് തുടർച്ചയായി ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തുൽ ഇഖ്ലാസും ഓതി നിസ്കരിക്കാവുന്നതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റവാത്തിബ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതുവഴിയായി നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്നവരിലുമൊക്കെ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.